ആ കാർത്തു കണ്ണ ചേച്ചിയുടെ കൈ എങ്ങനെയുണ്ട്? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? വിളിച്ചു പറഞ്ഞായിരുന്നു. ഓ എന്റെ ദേവി, എന്റെ ചേച്ചിക്ക് ഈ ഒരു ഗതി വന്നല്ലോ. അങ്കിള് ചേച്ചി കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ മക്കളെ, അകത്ത് കിടപ്പുണ്ട്, നിങ്ങൾ പോയി നോക്ക്. ആന്റി ആന്റി വിഷമിക്കണ്ട കേട്ടോ. മേളിൽ നിന്ന് ദൈവം എല്ലാം കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു പോംവഴി പറയും കേട്ടോ. ആന്റിക്ക് അറിയില്ല കേട്ടോ. ചേച്ചി എന്ത് കാർത്തു? എപ്പോ സംഭവിച്ചേ? 1 മണിക്കൂറായി കാണും. എപ്പ എടുക്കും? അല്ല എപ്പ ആശുപത്രി കൊണ്ടുപോകും? എന്റെ ഫ്രണ്ട്സ് അപ്പുറത്തെ വീട്ടിലുള്ള. കൊച്ചു പറഞ്ഞതിലും കാര്യമുണ്ട്. 1-2 മണിക്കൂറല്ലേ ഉള്ളൂ മത്സരത്തിന്. ഇനി ഇങ്ങനെ കിടത്തിയിരിക്കുന്നതിനേക്കാളുവേ നമുക്ക് ആശുപത്രി കൊണ്ടുപോയാലോ? എങ്ങനെ നടന്ന വീടായിരുന്നു, ഇപ്പൊ മരണ വീട് പോലെ ആയി. ഏതാനും എന്റെ കുഞ്ഞിന് സംഭവിച്ചല്ല. ഏത് ഉയരത്തി എത്തണ്ട കുഞ്ഞ. ഈ മഹാപാപം ചെയ്ത എന്റെ 2 കൈകളും ഞാൻ തന്നെ മുറിച്ചു കളയും. ചേച്ചി ഇതാര്? എന്റെ മാമൻ. മാമൻ. അണ്ണ ഇങ്ങനെ വിഷമിക്കാതണ്ണ. സംഭവിച്ചത് സംഭവിച്ചു. നമ്മളാരും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലല്ല. വിഷമിക്കാതണ്ണ, മത്സരം ഇനിയും വരും. മത്സരങ്ങൾ അപ്പച്ചി ഒന്ന് നടത്തോ? ഇനി എനിക്ക് അടുത്ത വർഷം ഇറങ്ങാൻ പറ്റൂ. ഇതാണ് പറയണത്, നമ്മൾ അഹങ്കരിക്കാൻ പാടില്ലാന്ന്. എന്തൊക്കെയായിരുന്നു കയ്യെ പറ്റി പറഞ്ഞത്? റേവേ പാളമാണ്, ഇരുമ്പാണ്, JCBയുടെ കൈയാണ്. ഇപ്പൊ ഒരു സ്പൂൺ പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്റെ ദൈവമേ, എന്നെ ഇങ്ങനെ ഇഞ്ചി ഇഞ്ചായിട്ട് കൊല്ലാതെ ഒറ്റയടിക്ക് അങ്ങ് കൊല്ല് ആരെങ്കിലും. ചേട്ടാ മൂടോട്ട് ആവണ്ട. ചേട്ടൻ വേണമെന്ന് വെച്ച് ചെയ്തല്ലോ. അവക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ നോക്കി, അത് അവക്ക് എന്നെ പാരയായി, അത്രയല്ലേ ഉള്ളൂ. ഒരിക്കലും ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു. പണ്ട് നേശമണി ആശാനല്ലേ എൻ്റെ ആശാനെ, എന്നെ തക്കലയ്ക്ക് വിളിപ്പിച്ചു. അവിടെ ചെന്നപ്പോൾ ആശാൻ അവശനായിട്ട് കിടക്കുക. ആശാൻ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ നല്ലവനാ, നിനക്ക് നല്ലത് വരും. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, നിന്റെ കൈ കൊണ്ട് അറിയാതെ പോലും ആരും ഉപദ്രവിക്കരുത്. ഒരുപക്ഷെ അങ്ങനെ ഉപദ്രവിച്ചാൽ അവൻ പിന്നെ എഴുന്നേക്കത്തില്ല. അയ്യോ, അല്ല അതൊരു ശാപമാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്കിള് പറഞ്ഞു വരുന്ന റിയ ചേച്ചി എണീക്കത്തില്ലാന്നാണോ? നീ പോടാ. ഉള്ളത് പറയട്ടെ അണ്ണ, നിങ്ങൾക്ക് ഇത്രയൊക്കെ സ്വയം അറിയായിരുന്നെങ്കിലേ എന്തിന് റിങ്കിയുടെ കയ്യിൽ അഭ്യാസം കാണിച്ചത്? അവക്ക് ഇന്ന് മത്സരം ഉള്ളതല്ലേ അണ്ണ. അല്ല ചിന്നു എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അല്ല വേറെ ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ചിന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. മണിക്കുട്ടാണ്ണ, മണിക്കുട്ടാണ്ണ, നിങ്ങൾ എന്റെ പേര് വിളിച്ചോണ്ടിരിക്കുക, കാര്യം പറ. മണിക്കുട്ടാണ്ണ, അറിയാതെ വീണ വാക്കുകളാണ്. മനസ്സിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളവളോട് പൊറുക്കണം. ശീരാവേ സീരിയലിലെ സെയിം ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്. അളിയൻ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. അളിയൻ മാത്രമല്ല, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് പറയാനുണ്ടോ? ഇനിയിപ്പോ നോക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. മതി. അങ്ങ് ചെയ്ത തെറ്റ് തന്നെയാണ്. ആ വന്ന് ചേച്ചി കൈ പിടിച്ചിരിക്കുന്ന വല്ല കാര്യമുണ്ടോ? ഇത് ഞാൻ നേരത്തെ പറയായിരിക്കായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത്. ദേഷ്യം തീർന്നതുമില്ല. എന്താണ് നോക്കണത്? ഞാനിത് കേൾക്കേണ്ടത് തന്നെ അളിയ. റിങ്കിമോടെ കൈ ശരിയാക്കാൻ എനിക്കൊരു അവസരം കൂടി തരണം. അല്ല അളിയൻ പറഞ്ഞാൽ അവള് കേൾക്കും. അല്ലെങ്കിൽ എനിക്കതൊരു വലിയ മനപ്രയാസമായിരിക്കും അളിയ. മണിക്കുട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ വളരെ പാടുപെട്ടാണ് ഈ പിള്ളേരെ വളർത്തുന്നത്. ഇപ്പൊ അവളുടെ കൈയേ പോയിട്ടുള്ളൂ. എനിക്ക് അവരുടെ ജീവനോടെ വേണം, പ്ലീസ്. മണിക്കുട്ടി ചേട്ടാ, ചേട്ടന്റെ കയ്യിൽ നിന്ന് പോയി, അതങ്ങ് വിട്ടേരെ. അല്ല അപ്പൊ എന്നിലെ അഭ്യാസം ആരും മാനിക്കുന്നില്ലേ? ഞാൻ മാനിക്കുവണ്ണ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. കണ്ണവാ, നമുക്ക് റിങ്കി ചേച്ചി കാണാൻ പോവാം. ഇവിടെ നിന്ന് ഞാൻ വല്ലതും പറയും. വാടാ. അല്ല ഈ പോയ പിള്ളേരുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? ഓ ഉണ്ട്. എന്തു പറ്റി? ഒന്നുമില്ല. ഉരുളയ്ക്ക് പേര്